ഇതെവിടെ നിന്നാണ്? സൽമാൻ പേരെന്താണ്? അഖിലിത് കൊണ്ടുവന്നാണ്. ഒരു മിനിറ്റ്. ആണോ? താങ്ക് യു. ഒരു മിനിറ്റ്. സൽമാൻ, അഖിലിന്റെ ആര് കൊടുത്തു വിട്ടത്? ഓ, ഏത് കടന്ന്? ഓ, അവിടെ നിന്ന് ഓർഡർ വന്നതാണോ? ഓക്കെ ഓക്കെ. അപ്പോ ദേ സൽമാൻ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടാ. നോക്കിക്കേ, നല്ലൊരു ഫ്ലവർ ബൊക്കെ. സൽമാൻ, നിനക്കൊരു ഗിഫ്റ്റ്. ബൊക്കെ ഉണ്ട്. പാപ്പ വിളി. ഇത് എവിടെന്ന്? ഇതാരാണ്? അറിയില്ല. അവരുടെ കടയിൽ കൊണ്ട് കൊടുത്തിരുന്നത് എന്തോന്നോ. കടയുടെ പേരാണ്. സൂപ്പർ സ്ട്രോബെറി ക്രീം. എന്തായാലും വളരെ സന്തോഷമുണ്ട് അല്ലേ? സർപ്രൈസ് ആയിട്ടാണ് നമുക്ക്. ഫോൺ നമ്പർ പോലും വെച്ചിട്ടില്ല അല്ലേ? ഫോട്ടോ ഫ്രെയിം. അടിപൊളി, സൂപ്പർ. ഞാൻ ഇതിനെങ്ങനെ താങ്ക്സ് പറയൂല. എന്ത് ഭംഗിയുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള വ്യൂവറാണ്. പക്ഷേ നമ്മളുടെ മുന്നിൽ ഒന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ? ഇത്ര നല്ല ഗിഫ്റ്റ് ഒക്കെ തന്നിട്ട്. 4 പ്ലേ ബട്ടനായല്ലോ. ഇത് നേരിട്ട് എനിക്ക് കൊതിയായി ഇത് കട്ട് ചെയ്യാൻ, കേക്ക് കട്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഈ കേക്ക് ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു ഇത് ആരാണ് ഞങ്ങൾക്ക് ഈ കേക്ക് കൊടുത്തു വിട്ടതെന്ന്. ഈ ഒരു പേര് മാത്രമേ ഇതിലുള്ളൂ, മൂസ വലിയകത്തെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴേ ഇവിടെ ഇരിക്കുമ്പം ഖത്തറിൽ നിന്ന് കോള് വന്നു. ഖത്തറിൽ നിന്ന് സെറീനയാണ് ഞങ്ങൾക്ക് ഈ ഒരു കേക്കും ഈ ഒരു ബൊക്കയും അറേഞ്ച് ചെയ്ത് അയച്ചത് കേട്ടോ. അത് അവരുടെ ഫ്രണ്ടാണ് ഈ മൂസ വലിയകത്ത് എന്ന് പറയുന്ന ആള്. അപ്പം അദ്ദേഹം വഴിയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്താണ് പറഞ്ഞ് ഓർഡർ ചെയ്ത് ഇന്ന് രാവിലെ ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഉച്ചയായി പോയി എത്തിച്ചത് എന്ന് സെറീന എൻ്റെ അടുത്ത് പറഞ്ഞു. എന്തായാലും തൃശ്ശൂരുകാരാണ് കേട്ടോ സെറീന. എന്തായാലും വളരെ സന്തോഷമുണ്ട് സെറീന, ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് കൊടുത്തു വിട്ടതില്. ഇതിന് തൊട്ട് മുമ്പ് ഇവർ ഈ പ്യാർ പേജോ എന്ന് പറഞ്ഞ ഇവര് നമ്മളെ കോണ്ടാക്ട് ചെയ്തു. അവര് ചോദിച്ചു കേക്കും പൂവൊക്കെ കിട്ടിയോ ചോദിച്ചു. എന്നുവെച്ചാൽ ഇവര് വഴിയാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇവര് കിട്ടിയോ കൺഫർമേഷൻ അറിയാൻ വേണ്ടി വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു അതിൽ മെസ്സേജ് കണ്ടു. അപ്പൊ അങ്ങനെ അവരുടെ വകയാണ് ഈ ഒരു ഫോട്ടോ ഫ്രെയിം. അവരുടെ ആ ഒരു സന്തോഷം അറിയിക്കാനുണ്ട്. വളരെ ഭംഗിയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഫോട്ടോ ഫ്രെയിം. നല്ല ഭംഗിയുണ്ട് അല്ലേ? അപ്പോ എനിക്ക് സർപ്രൈസ് ആയിട്ട്, എനിക്കല്ലത് കേൾക്കുന്നതിനൊക്കെയാണ്. എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് വന്ന 2 ഗിഫ്റ്റ്, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പൊ ഈ ഒരു ബൊക്കെ കണ്ട നല്ല ഭംഗിയുണ്ട്. 12 ഫ്ലവേഴ്സ് അല്ലേ സൽമാൻ? ഒറിജിനൽ ഫ്ലവർ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല മണം. അപ്പൊ സെറീനെ ഒന്ന് നേരെ കാണിച്ചു കൊടുക്ക്. സെറീന ഇത് കണ്ടിട്ടില്ല. എന്തായാലും സെറീന ഓർഡർ കൊടുത്ത് വന്നതല്ലേ. ചുമ്മാ ഇവിടെ കൊണ്ടുവാ. ഇത് കൊണ്ടുപോവാ. ഹാൻഡിൽ വിത്ത് കെയർ. വെരി അർജന്റ്. വെരി അർജന്റ്. ഇതെന്താണാവോ? അപ്പൊ ഇത് അയച്ചിരിക്കുന്ന അഫ്സലോ? അഫ്സലിന് വെരി അർജന്റ്
ടുമാറോ ഡെലിവറി അങ്ങനെ എന്തോ. അതായത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ എന്നാണ്. ഒരു സിസർ എടുത്തോണ്ട് കൊടുക്കുന്നതിന് ഹാൻഡിൽ വിത്ത് കെയർ എന്നും പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ. ആകാംക്ഷ എട്ടോണ്ടല്ലോ സമയം. വിളിച്ചൊക്കെ ഉണ്ട്. ചോക്ലേറ്റ് ആ ടേബിളിൽ സൂപ്പർ ആയിട്ട് അതേ ടേബിൾ ഒന്ന് ഒതുക്കിയിട്ട് ഇതിന്റെ കൂടെ തന്നെ അതുമായി രണ്ടും ഒരേ സമയം. അതാണ് ഈ കേക്ക് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കും മോനെ. സുൽത്താൻ വര്, ഇത് പിടിക്കോ. ഞാൻ ഈ കേക്ക് ബോക്സിലാക്കി കൊണ്ടുവെക്കട്ടെ. സമ്മാന പെരുമഴ എന്ന് പറഞ്ഞല്ല, ഗിഫ്റ്റിന്റെ പെരുമഴ. ചിലപ്പോൾ ഇത് സൽമാനായിരിക്കും, ചിലപ്പോൾ ബർത്ത്ഡേ ആണ്. ഏതാണെന്ന് ഒരു ആൾക്കാരൊന്നും പറയാതെയാണ് ഇതൊക്കെ ചെയ്യുക. അതിൻ്റെ അകത്ത് തുണ്ട് വെച്ചാൽ മതി. നോക്കളി, സെർച്ച് ചെയ്. അതാ പൂവിൻ്റെ കെട്ടാണ്. പൊളി, നല്ല പാക്കിങ് അല്ലേ. അവരത്ര സേഫ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഇതിൽ പേരുണ്ടായിരിക്കണം, വിശ്വസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. നിനക്കുള്ളതാണ്. എന്താണ്? Wishing you a day filled with happiness and a year filled with happy tweet. ഇല്ല, നോക്ക്, ഞാൻ അടുത്ത് പറയില്ലല്ലോ. ഉണ്ടോ നോക്ക്. ഇല്ല, ഇതില് പേരില്ല. ചോക്ലേറ്റ് നോക്കട്ടെ, എവിടെങ്കിലും പേര് കാണും. ഹാപ്പി പേരില്ല. പേര് കാണാതെ വരുമ്പോ ഒരു സങ്കടമാണ് കേട്ടോ. വീണ്ടും ചോക്ലേറ്റ്. ആരാണ് അഫ്സൽ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫോൺ നമ്പരും ഇല്ല. ഫോൺ നമ്പർ ഉണ്ട്. ഫോൺ നമ്പർ ഇല്ലേ മനയില്? ഇത് കഴിഞ്ഞ് നമുക്ക് വിളിക്കാം കേട്ടോ. എന്തായാലും നമ്മൾക്ക് ഈ ഗിഫ്റ്റ് കൊടുത്തുവിട്ട അഡ്രസ്സിൽ അഫ്സൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി നമ്മൾ താങ്ക്സ് പറയാണ്. ഹലോ, ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഇല്ല, ഒരു കേസും ഇല്ല. ആരാന്ന് അറിയില്ല. ഇല്ല ഇല്ല ഇല്ല. ശരി ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി ശരി, ഓക്കെ ഓക്കെ, ശരി ശരി ശരി, താങ്ക് യു. ഓ, ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു, താങ്ക് യു. അയച്ചു നോക്കിയാ തുറന്നു നോക്കിയാ അതിൽ പേരുണ്ടോ നോക്കിയാൽ ലാസ്റ്റ് ഇതില് അഡ്രസ് ബോക്സിൽ തന്നെ ഉണ്ടല്ലോ. ശരി ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു. ഈ അഡ്രസ്സും ഫോൺ നമ്പറും എന്ന് പറയുന്നത് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും ആണ്. അവരെ ഈ അഫ്സൽ ഏൽപ്പിച്ചു ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ അഫ്സലില് RDO കെയർ ഓഫില് ഓർഡർ ഒന്ന് കൊടുത്തതാണ്. ഇല്ല, അപ്പൊ സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. ഇഷ്ടപ്പെട്ടത് അത്രയും ചോദിച്ചുള്ളൂ. അപ്പൊ ഇനി കോള് വരും. മറ്റേത് നമ്മള് ഖത്തറിൽ നിന്ന് ഫോൺ വന്നില്ലേ എന്ന് പറയുമ്പോൾ വെയിറ്റ് ചെയ്യാം. പക്ഷേ എന്തായാലും ഈ പറഞ്ഞ മാതിരി ഗിഫ്റ്റ് കൊടുത്തു വിട്ടല്ലേ, ആ സർപ്രൈസ് കൊടുത്തു വിട്ട ആരാണെങ്കിലും ഈ രണ്ട് ഗിഫ്റ്റും വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങള് ഒന്ന് പറ്റിയാലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ വളരെ സന്തോഷം. നമ്മൾ ആ സസ്പെൻസ് നമുക്കിങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല. ആരാന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ച് കിടക്കും. ഇതാണ് നമ്മുടെ സുൽത്താൻ ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ കൊണ്ടുവന്ന ആ ബൊക്കയില്ലേ, അതിന് ഇളക്കിയിട്ടതേ കുപ്പിയിലാക്കിക്കൊണ്ടിരിക്കുക. അവിടെ കുറച്ച് പ്ലാസ്റ്റിക് വെള്ളം ഇതോടുണ്ട്. നല്ല കളറല്ലേ, എന്ത് ഭംഗിയുണ്ട്. മണിക്കുള്ള നമ്മളുടെ ഇന്നത്തെ പ്രഭാതമാണിത്. ഇന്നും ആകാശം മേഘാവൃതമായിട്ടാണ് ഇരിക്കുന്നത്. നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ഉപ്പിട്ട വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോരുത് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതുപോലെ കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി അടച്ച് ഞാൻ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ പോകുന്നു. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളി അല്ലിയും പിന്നെ പച്ചമുളക്. എൻ്റെ കയ്യിൽ പച്ചമുളക് പഴുത്തുപോയി, അതുകൊണ്ടാണ് ചുവന്ന കളറിൽ ഒരു പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഒരുപാട് ഇത് വഴലേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് ഇത്രയും കൂട്ടിയിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. മുട്ട ഒന്ന് ചൂടായ ശേഷം മാത്രമേ ഇളക്കി കൊടുക്കുള്ളൂ. ഞാൻ കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളയാക്കി ഒന്ന് പരത്തിയെടുക്കാം. വലിയ ഉരുളയാക്കണ്ട, ചെറുതാക്കി എടുത്താൽ മതി. ഇതുപോലെ ഉരുട്ടിയെടുക്കണം. നമ്മളുടെ ഫില്ലിങ് ഇവിടെ തണുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചീസ് കൊടുക്കണം. കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. ഇതുപോലെ പരത്തിയ ശേഷം നമുക്ക് ഈ ഫില്ലിങ്ങിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. വെജിറ്റേറിയൻകാരാണെങ്കിൽ വെജിറ്റബിൾസ് വെച്ചിട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ വെച്ചെടുക്കാം, മട്ടൺ ഉണ്ടെങ്കിൽ മട്ടൺ ചെയ്യാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ഇതിൻ്റെ മീതെ ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്കിത് കവർ ചെയ്ത് കൊടുക്കണം. ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ വേണം നമ്മളിത് കവർ ചെയ്തെടുക്കാൻ. ഒരുപാട് തിന്നാക്കി ഇത് പരത്തുകയും ചെയ്യരുത് കേട്ടോ. നമ്മൾ എണ്ണ തടവിയിട്ട് പരത്തിയത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ മാവാണ് ചപ്പാത്തി പോലെ മാവ് തൂവിയിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പാടായിരിക്കും. ഇത് ഈസി ആയിട്ട് നമുക്ക് കണ്ടോ കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ റെഡിയാക്കി എടുക്കണം. കണ്ടോ ബാക്കെല്ലാം ഞാൻ നന്നായിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഞാനെല്ലാം ഫില്ലിംഗ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഓയിൽ ഇതിൻ്റെ മീതെ ഒന്ന് തടവി കൊടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറുത്ത എള്ള് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ആവിയേറ്റിയെടുക്കണം. ഞാനിതുപോലെ ആവിയേറ്റുന്ന ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അടിയിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. മേൽത്തട്ട് വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലത്തെ ഒരു ട്രേ ഇറക്കി കൊടുക്കാം. ഇനി ഈ ട്രേയിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ആവിയേറ്റുമ്പോഴേ ഒട്ടിപ്പിടിക്കാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് അടച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആവിയേറ്റിയാൽ മതി കേട്ടോ. കൂടുതൽ വേണ്ട. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വയ്ക്കാൻ.
നമ്മളിപ്പോൾ വച്ചിട്ടൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പ് മാറ്റാം. സ്റ്റീമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി കൊടുക്കാം. നന്നായിട്ടിത് സ്റ്റീമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സ്റ്റീമായാൽ മതിയാവും. അതായത് ഒരു 3 മിനിറ്റ് മാക്സിമം. അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണെല്ലാം. ഒരു പാൻ ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ശാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എണ്ണ ഇവിടെ ചൂടാകുമ്പോഴേക്കും നമ്മൾ ഈ ആവി കയറ്റി വെച്ചിരിക്കുന്ന ഓരോന്നും ഇതിന് അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ കരിഞ്ഞു പോകും. ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. മാവ് കുഴച്ചെടുക്കുമ്പോൾ കറക്റ്റ് പരുവായിരുന്നാൽ മാത്രമേ ഇതുപോലെ തമ്മിലൊന്നും ഒട്ടാതിരിക്കത്തുള്ളൂ കേട്ടോ. അതൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഒരു സൈഡ് റെഡിയാകുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആവിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്നത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഇനി റെഡി ആയില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് റെഡി ആയിക്കോളും കേട്ടോ. അപ്പോൾ ആ സൈഡ് റെഡിയായി വന്നോളും. അപ്പോൾ ഞാൻ ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ദേ നമ്മളുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. എപ്പോഴും ഞാൻ ഇപ്പോൾ പറയാൻ മറന്നു എന്നാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ നോക്കണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യാനും ഒന്നും മറന്നു വരുത് കേട്ടോ. ബർത്ത്ഡേ ബോയ് ഇന്നലത്തെ ഗിഫ്റ്റിന്റെയും കേക്കിന്റെ ഒക്കെ ക്ഷീണത്തിരിക്കുകയാണ്. ഇന്നലെ 2 അടിപൊളി ഗിഫ്റ്റ് കിട്ടി. ഇഷ്ടംപോലെ പേര് വിളിച്ച് വിഷ് ചെയ്തു, മെസ്സേജ് അയച്ചു, പിന്നെ ഉമ്മാർക്ക് കുറെ കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും കൂടെ ചേർത്ത് ഞാൻ ഒരു ബിഗ് താങ്ക് യു പറയുകയാണ്. ഇന്നലത്തെ കമന്റ്സ് ഫുള്ള് എന്റെ റെസിപ്പിയെ കുറിച്ചൊന്നുമല്ല, സൽമാനെ വിഷ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഞാൻ എപ്പോഴും പറയാം മറന്നു വരുതേ പ്ലീസ്, ഞാൻ ഇടുന്ന റെസിപ്പിയെ കുറിച്ച് കൂടി നിങ്ങൾ കമന്റ് ചെയ്യണം, എങ്കിലല്ലേ എനിക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. അവരെന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നതാണ്. ആണ് പങ്കു ചേർന്നപ്പോ എന്റെ റെസിപ്പി ആയാലും മുങ്ങിപ്പോയി. ഇത്രയും കാലത്തിനിടയ്ക്കുള്ള അടിപൊളി ബർത്ത്ഡേ ഇന്നലെയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് വരുന്നത്. അൺനോൺ അല്ലായിരുന്നോ കണ്ടുപിടിച്ച രണ്ടാമത്തെ ആദ്യത്തെ ആളുടെ അല്ല ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടില്ല. ആൾ അയച്ചു കൊടുത്തതാണ്. പക്ഷെ അത് ആരാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് എന്തായാലും എനിക്ക് തോന്നുന്നു അയച്ചു തന്ന ആൾ ഇത് കാണുന്നുണ്ടാവും. കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മളെന്ന് കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ എന്തായാലും വീണ്ടും എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് നല്ല എപ്പിസോഡുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. എന്റെ ബർത്ത്ഡേ ജൂലൈ 24 ആണ്.